നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. വി സനോജ് മട്ടന്നൂരിൽ, തളിപ്പറമ്പിൽ വി ഗോവിന്ദന്റെ ഭാര്യ പി ശ്യാമള. സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. എലത്തൂരിലെ കെ ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി NCPയിൽ തർക്കം രൂക്ഷം. കണ്ണൂരിലെ പ്രതിഷേധത്തിൽ വീണ ജോർജിന് പരിക്കേറ്റ കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. 5 പ്രതികളും ജയിലിൽ തുടരും. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനിടെ കരിങ്കൊടി പ്രതിഷേധവുമായി കോൺഗ്രസ്. തടയാൻ ശ്രമിച്ച CPM പ്രവർത്തകരുമായി സംഘർഷം. ആരോഗ്യമന്ത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായി. പത്തനംതിട്ടയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വീണ ജോർജ്. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ വ്യക്തി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന പുരയിടത്തിൽ അച്ഛനും മകനും മരിച്ച നിലയിൽ. വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാമെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണം ആരംഭിച്ച് പോലീസ്. US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ നതാൻസ് ആണവ നിലയത്തിന് കേടുപാട് പറ്റിയതായി സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആണവ വികിരണത്തിന് സാധ്യതയില്ല എന്നും IAEA. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി എംബസി. യാഗശാലിയായി അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ചന്ദ്രഗ്രഹണമായതിനാൽ രാത്രി 7 മണിവരെ ക്ഷേത്ര ദർശനമില്ല. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. സംസ്കാരം നാളെ. വിടവാങ്ങിയത് 6 തവണ വടകര മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി.